അതിൽ എത്രത്തോളം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും, അല്ല അതെത്ര എന്തെങ്കിലും ദുട്ട് കിട്ടിയോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോ ആണ്. ഇങ്ങനൊരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളോട് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും നേരിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടേനും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസത്തോളാവാൻ പോകുന്ന ഒരു കഴിഞ്ഞ ഏപ്രിൽ 23, 24 തീയതിയിലാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സാൻവിയുടെ ഒരു ആഗ്രഹത്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സാൻവി ഈ ചട്ടമ്പീസ്, ടേക്കുട്ടി ഇവരുടെയൊക്കെ വീഡിയോസിന്റെ ഫാനാണ്. അപ്പൊ അവരൊക്കെ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ സാൻവിക്കും തോന്നി എനിക്കും ഒരു യൂട്യൂബ് ചാനൽ വേണം എന്നുള്ളത്. അങ്ങനെ വെക്കേഷന്റെ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. പക്ഷെ അതിൽ എത്രത്തോളം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും, അല്ല അതെത്രത്തോളം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയൂല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാൻവി ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ചെറിയൊരു മോനുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ടൈം ഉണ്ടാവോ, ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്നാലും നമ്മൾ പേരിലൊരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിക്കാണ് തുടങ്ങി വെക്കുന്നത്. അപ്പൊ തുടങ്ങി വെച്ച സമയത്ത് ആദ്യമൊക്കെ എല്ലാവർക്കും മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലൂടെയൊക്കെ എല്ലാവർക്കും മെസ്സേജ് അയച്ച് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആ സമയത്തുള്ള ഫ്രണ്ട്സ് തന്നെ 1000-ന് മുകളിലുണ്ട്. എനിക്ക് 1000-ന് മുകളിലുണ്ട്, ലാലോട്ടിന് അതിലും കൂടുതലുണ്ട്. അപ്പൊ അവരെല്ലാരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവൂല. അപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണയിൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരു 2, 3 അങ്ങനെ 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 കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. അപ്പൊ എന്തോ ഒരു മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ തികക്കാൻ പറ്റി. അത് ഒരു 400, 500 ഒക്കെ ആയ സമയത്ത് നമ്മൾ തന്നെ വിചാരിച്ച് ഇനി നമ്മളെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ വരട്ടെ. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ദിവസം 2 ഷോർട്സ് ഇടാൻ തുടങ്ങി. ലോങ് വീഡിയോസ് ഇടാൻ എനിക്ക് അധികം പറ്റിയിട്ടില്ല. പക്ഷെ ഷോർട്സ് ഞാൻ എങ്ങനെയെങ്കിലും മാക്സിമം കുറച്ച് ക്ലിപ്സ് ആണെങ്കിലും അത് ഞാൻ എങ്ങനെയെങ്കിലും 2 ഷോർട്സ് വീതം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഒരു 1500-നടുത്തോളം എത്തിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞങ്ങള് പിന്നെയുള്ള ചോദ്യമാണ് മോണിറ്റൈസേഷൻ ആയോ എന്നുള്ളത്. മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. മോണിറ്റൈസേഷൻ ആകാൻ ഇനിയും കടമ്പകൾ ഒരുപാടുണ്ട്. കാരണം ഞങ്ങള് ലോങ് വീഡിയോസ് ഇടുന്നത് കുറവാണ്. ഷോർട്സ് ഇട്ടത് കൊണ്ട് മോണിറ്റൈസേഷൻ കിട്ടൂല. ലോങ് വീഡിയോസിന്റെ വ്യൂസ് മാത്രമേ മോണിറ്റൈസേഷന് കണക്കാക്കുള്ളൂ. അപ്പോൾ ഇനി ലോങ് വീഡിയോസ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. പിന്നെ കുറേ ആൾക്കാരെ ചോദ്യമാണ് എന്തെങ്കിലും ദുട്ട് കിട്ടിയോ? ദുട്ടും കിട്ടിയിട്ടില്ല. മോണിറ്റൈസേഷനൊക്കെ ആയതിനു ശേഷമേ ദുട്ട് കിട്ടുള്ളൂ. അപ്പോൾ പൈസയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മുടെ ഒരു വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടി. അത് കാരണം 2-3 കൊളാബ് കിട്ടി. വേറെ യൂട്യൂബ് വഴി വേറെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതെന്താ വീഡിയോസ് ഒന്നും ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാത്ത ചാനൽ നിർത്താണോ? ചാനൽ ഇപ്പം തൽക്കാലം നിർത്തുന്നൊന്നുമില്ല. തൽക്കാലം ഇതുപോലെ തന്നെ അങ്ങ് ഓടട്ടെ. ഒരു ദിവസം ഞങ്ങളും സക്സസ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് അതൊക്കെ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, ബൈ.